ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇപ്പോൾ ചിലർ വിചാരിക്കും എൻ്റെ ജീവിതശൈലി ഒന്ന് മാറ്റിയാലോ എന്ന്. ഞാൻ ഒരുപാട് മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ്. എനിക്കെൻ്റെ ജീവിതശൈലി ഒന്ന് മാറ്റണം. അങ്ങനെയുള്ളവർക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ പതിനഞ്ച് വയസ്സിൽ താഴോട്ടുള്ള എല്ലാവർക്കും അത് ചെയ്യാം. കുഞ്ഞു പിള്ളേരൊന്നും ചെയ്യണ്ട. വലിയവർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അതായത് നമുക്ക് മെഡിസിൻ ഒന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഒരു ജലദോഷം, ഒരു തുമ്മൽ, ചെറിയൊരു പനി, ഓടിപ്പോയി മരുന്ന് മേടിച്ച്. എന്തിനാണ് നമ്മുടെ ശരീരം കേടാക്കുന്നത്? എന്തിനാണ്? അപ്പോൾ നമ്മൾ ധാരാളം മെഡിസിൻ വാങ്ങിച്ച് കഴിക്കും. പനി എല്ലാം ഉണ്ടാകുമ്പോൾ അല്ലേ, നടുവേദന, അങ്ങനെ ഓരോന്നിനും. അതിനൊക്കെ നടുവേദനയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓയിൽമെൻറ്റ് ഉണ്ടല്ലോ, അതൊക്കെ പുരട്ടാം. നമ്മൾ വെറുതെ മെഡിസിൻ കഴിച്ച് നമ്മുടെ ശരീരം കേടാക്കരുത്. അപ്പം ഞാൻ വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഇനി പോകുന്നത്. ആവി പിടിക്കുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിൽ ഒരിക്കലും ആവി പിടിക്കാത്തവർ, ആവി പിടിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒരു 3 പ്രാവശ്യമെങ്കിലും ആവി പിടിക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ആവി പിടിക്കണം. ഓക്കെ? ആവിയിലൂടെ നമുക്ക് ശരീരത്തിൽ വരുന്ന കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് 3 പ്രാവശ്യമെങ്കിലും നമ്മൾ മിനിമം ആവി പിടിക്കണം. അതിൽ 4-5 പ്രാവശ്യം ആക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. ജീവിതത്തിൽ ഒരിക്കലും പിടിക്കാത്തവർ, ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്തവർ ചെയ്യണം. ആവി കൊണ്ടുള്ള പ്രയോജനം ഞാൻ പറയാം. നമ്മുടെ മൂക്കിനകത്തുള്ള എല്ലാ അഴുക്കുകളും വരും. ജലദോഷം, തലയെ കെട്ടിക്കിടക്കുന്ന കഫം, ചെവിക്കകത്തുള്ള അഴുക്കുകൾ, മുടിക്കകത്തുള്ള അഴുക്കുകൾ, അതുപോലെ ആവി പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വയറ്റിനകത്തുള്ള എന്തെല്ലാം അഴുക്കുകളുണ്ട് അതെല്ലാം പുറന്തള്ളും. ടോയ്ലറ്റിൽ പോകുമ്പോൾ അതെല്ലാം പുറന്തള്ളും. ലേഡീസിൻ്റെ ആണെങ്കിലും ഇങ്ങനെ വെള്ളപ്പോക്ക്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും, അതായത് നമുക്ക് ബാത്റൂമിൽ പോകുമ്പം സാധിക്കാത്ത കാര്യങ്ങളില്ല. ആവി പിടിക്കുന്നതിലൂടെ മലത്തിലൂടെ കഫം വരെ പുറന്തള്ളും. 4-5 പ്രാവശ്യം പിടിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. മിനിമം 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ആവി പിടിക്കുന്നതിലൂടെ നമുക്ക് നല്ല മുഖ സൗന്ദര്യം ഉണ്ടാവും. ആവി പിടിക്കുന്നതിലൂടെ നമുക്ക് നല്ല നാച്ചുറൽ സൗന്ദര്യം ഉണ്ടാവും എന്നും പറഞ്ഞ് ഷിബിന് പറഞ്ഞെന്നും പറഞ്ഞ് എപ്പോഴും ഒന്നും പിടിക്കണ്ട. വല്ലപ്പോഴും ഒരു ഫങ്ഷന്, കല്യാണമൊക്കെ വരുമ്പോൾ ഒന്ന് പിടിക്കുന്നത്. എപ്പോഴും പിടിച്ചാൽ നമ്മുടെ മുഖം ചുളുങ്ങിപ്പോവും, ചൂട് കൊണ്ടിട്ട്. മനസ്സിലായോ? അപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം.
മുഖം നല്ല ബ്രൈറ്റ് ആകാനും നല്ലതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നെഞ്ചി കെട്ടിക്കിടക്കുന്ന എല്ലാ കഫവും പുറന്തള്ളും. എല്ലാത്തിനും നല്ലതാണ് ആവി. നമ്മുടെ വയറ്റിൽ എന്തൊക്കെ അഴുക്കുണ്ടെങ്കിലും അത് പോകും. ഇനി ആവി പിടിക്കുമ്പോൾ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. മൂക്ക് തുറന്ന് വെച്ചിട്ട് ആവി പിടിക്കണം. കണ്ണൊരിക്കലും തുറന്ന് വെക്കരുത് ആവി പിടിക്കുമ്പോൾ. കണ്ണ് അടച്ച് വയ്ക്കുക ആവി പിടിക്കുമ്പോൾ. ഇങ്ങനെ അടച്ച് വയ്ക്കുക, ഇങ്ങനെയല്ല, ലൈറ്റായിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. മൂക്ക് തുറന്ന് വെച്ചിട്ട് ആവി പിടിക്കുക, വാ തുറന്ന് വെച്ചിട്ട് ആവി പിടിക്കുക നന്നായിട്ട്. എന്നാലേ നമ്മുടെ തലയിൽ ആ ആവി കൊള്ളത്തുള്ളൂ, തലയിലോട്ട് കയറത്തുള്ളൂ. ചെവി ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കുക, ചെവി ഇങ്ങനെ തുറന്ന് വെച്ച് കൊടുക്കുക ആവി പിടിക്കുമ്പോൾ. ഈ ചെവി, പിന്നെ ഇപ്പുറത്തെ ചെവി ഇങ്ങനെ തുറന്ന് ശരിക്കും ആവി കൊടുക്കുക. നെഞ്ചിൻ്റെ ഭാഗം ഇങ്ങനെ കുനിഞ്ഞ് ശരിക്കും ആവി കൊടുക്കുക. പിന്നെ ലേഡീസിനും ബോയ്സിനും ഒക്കെ ചെയ്യാം ഇത് കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, ലേഡീസിന് മുടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ കുനിച്ചിട്ടിട്ട് മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് ആവി നന്നായിട്ട് കൊടുക്കുക, തിരിച്ചും മറിച്ചും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ അഴുക്കുണ്ടെങ്കിലും അത് കുളിക്കുമ്പം കഴുകിപ്പോവും. ചെറിയ ഷാമ്പൂ ഇട്ടിട്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പൂ, ഞാൻ ബേബിയാണ് ഉപയോഗിക്കുന്ന ഏത് ഷാമ്പൂ ആണ് അത് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക നല്ല വൃത്തിയായിട്ട്. അപ്പോൾ ഉറങ്ങാനും നല്ല സുഖമാണ്. അപ്പം നമുക്ക് ബ്യൂട്ടി ആകാൻ പറ്റി, നമ്മുടെ ശരീരത്തിലെ എല്ലാ വേസ്റ്റും പോയി അല്ലേ. നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ടല്ലേ ആവി പിടിക്കുന്നതിലൂടെ. മനസ്സിലായോ? എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ. പിന്നെ വേറെ അതിൻ്റെ ഇടയ്ക്കൊരു ബ്യൂട്ടി ടിപ്സും കൂടെ പറഞ്ഞു തരാം. ബേബി ഓയിൽ തന്നെയാണ് നല്ലതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ബേബി ഓയിൽ നിങ്ങൾ രാവിലെ എണീക്കുന്ന ആളാണെങ്കിൽ, ഓഫീസിൽ പോകുന്ന ദിവസമാണെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച രാവിലെ എണീറ്റിട്ട് ശരീരം ഫുള്ള് ബേബി ഓയിൽ നല്ല തേച്ച് മുഖവും എല്ലായിടവും തേക്കുക. നല്ല വൃത്തിയായിട്ട് നല്ല മസാജ് ചെയ്ത് മുഖമൊക്കെ, ഒരുപാട് അമുക്കി മുഖം ഇതാക്കണ്ട, നല്ല വൃത്തിയായിട്ട് തേച്ച് വെച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക. ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട്, സോപ്പ് ഞാൻ ബേബിയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണ് സോപ്പ് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ശരീരം വൃത്തിയാക്കി കഴുകുക. എന്നിട്ട് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ചെറു ചൂടുവെള്ളം കഴുകിയാൽ മതി. അപ്പോൾ നല്ല ക്ലീനാവും. എന്നിട്ട് വന്നിട്ടൊന്ന് ആവി പിടിച്ചാലും അമേസിങ് ആണ് കേട്ടോ. സൗന്ദര്യം കൂടെ കൂട്ടണം എന്നുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കഫം പോകുന്ന കാര്യമാണ്, ഒരുപാട് കാര്യങ്ങളും ശരീരത്തിലെ വേസ്റ്റ് പോകുന്നതാണ് നേരത്തെ പറഞ്ഞ ആവി പിടിക്കുന്നതിലൂടെ. പക്ഷെ തലേ ദിവസം നിങ്ങൾ ബേബി ഓയിലിൽ നല്ല മസാജ് ചെയ്തിട്ട് വൃത്തിയായിട്ട് കുളിച്ചിട്ട്, സോപ്പ് ഇടരുത് മുഖത്ത്, ചെറു ചൂടുവെള്ളത്തിൽ തന്നെ വൃത്തിയായിട്ട് കഴുകിയിട്ട് ആവിയും കൂടി പിടിച്ചാൽ ഒന്നുകൂടി ഇഫക്റ്റീവാണ്, അടിപൊളിയാണ്. പിന്നെ മെഡിസിൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ, പിന്നെ പനിയൊക്കെ വരുമ്പോൾ ഇതുപോലെ നല്ല ആവി കൊടുക്കും. നല്ല ആവി തുളസിയും പനിക്കൂർക്കയൊക്കെ ഇട്ടിട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക. പനിക്കൂർക്ക ഒന്നും കിട്ടിയില്ലെങ്കിൽ തുളസി മാത്രമാണെങ്കിലും മതി കേട്ടോ. നല്ല ധാരാളം തുളസി ഇട്ടിട്ട് വേണം ചെയ്യാൻ. തുളസി വേണം നിർബന്ധമാണ്. അതിൻ്റെ കൂടെ ഇച്ചിരി വിക്സും കൂടി ഇട്ടാൽ അടിപൊളിയാണ്. പിന്നെ ഒന്നും പറയാനില്ല, വിക്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട.
സാധാ വിക്സ്, അല്ലാതെ മരുന്ന് വിക്സ് അങ്ങനെ ഓരോ വിക്സുകളുണ്ടല്ലോ, അതൊന്നും വേണ്ട. സാധാ വിക്സ് മതി. എന്നിട്ട് നന്നായിട്ട് ആവി പിടിക്കും, നല്ലതാണ്. പിന്നെ പനി പോകാൻ, ഇപ്പോൾ ഗൾഫുകാരൊക്കെ ആണെങ്കിൽ പനി പോകാനായിട്ട് ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ പയർ വെള്ളത്തിയിട്ട് മുളപ്പിച്ച് പയർ മുളകിട്ടിട്ട് ഒക്കെ കഴിക്കാം. കഞ്ഞി ചൂടോടുകൂടി കഞ്ഞി കുടിക്കുക. ഡോക്ടറിനെ കാണാതെ, ഡോക്ടറിൻ്റെ അടുത്ത് പോകാതെ പനി പെട്ടെന്ന് മാറും. നല്ല കഞ്ഞി വെച്ചിട്ട്, പൊടിയരി ആയിരിക്കും ഏറ്റവും ബെറ്റർ. പൊടിയരി കഞ്ഞിയും പയർ രാവിലെ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ട് മുളപ്പിച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ലോ പയർ മുളപ്പിച്ച് സവളമായിട്ട് മുളക് പൊടി, നേരി മുളക് പൊടി ഇട്ടിട്ട് നല്ലതാണ്. പയർ നിറച്ച് കഞ്ഞി കുടിക്കുമ്പോൾ പനി പെട്ടെന്ന് മാറും. വയറ്റിലൂടെ നമ്മുടെ വേസ്റ്റൊക്കെ പോവും. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് പലതരം നിങ്ങൾ ഫുഡുകൾ കഴിക്കുന്നതല്ലേ, പ്രത്യേകിച്ച് ഇറച്ചിയൊക്കെ ധാരാളം കഴിക്കുന്നവർക്ക്. അപ്പോൾ ഞാൻ ഇറച്ചിയൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഒപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മല്ലിവെള്ളം കൂടെ കുടിക്കുക, അടിപൊളിയാണ് വയറ്റിൽ നിന്ന് പോകാനൊക്കെ കേട്ടോ. മറക്കണ്ട. അപ്പം മറക്കരുത്, അടിപൊളിയാണ്. ആവി പിടിക്കുക, സെറ്റപ്പാണ്. എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറും. നമുക്ക് നല്ല എനർജിയാണ്. കെട്ടിക്കിടക്കുന്ന എല്ലാ കഫവും പോവും. എല്ലാ കഫവും മെഡിസിൻ കഴിക്കാതെ. അപ്പം സത്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാറ്റ.